അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഭീഷണി തള്ളി ഹൂതികൾ ചെങ്കടലിൽ വീണ്ടും കപ്പലിന് നേരെ ആക്രമണം നടത്തി. ചെങ്കടലിൽ ഇസ്രായേലിലേക്ക് തിരിക്കാൻ ശ്രമിച്ച ഒരു ചരക്ക് കപ്പലിന് നേരെ ആക്രമണം നടത്തിയതായി ഹൂതികൾ സ്ഥിരീകരിച്ചു. കടുത്ത പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് ഹൂതികൾക്ക് പെന്റഗണും ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയവും താക്കീത് നൽകി. ചൊവ്വാഴ്ച വൈകിട്ട് സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത്. എന്നാൽ ആക്രമണത്തിൽ ആർക്കും പരിക്കോ കപ്പലിന് കേടുപാടുകളോ സംഭവിച്ചിട്ടില്ലെന്ന് അധികൃതർ അറിയിച്ചു. യമനിലെ തുറമുഖ നഗരങ്ങളായ ഹൊദൈദ, മൊഖ എന്നിവിടങ്ങളിലാണ് ആക്രമണം നടന്നതെന്ന് സ്വകാര്യ രഹസ്യാന്വേഷണ സ്ഥാപനമായ ആംബ്രെ അറിയിച്ചു. ഹമാസിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നവംബർ 19 മുതൽ ഹൂതികൾ ചെങ്കടലിൽ ചരക്കു കപ്പലുകളെ ആക്രമിക്കുകയാണ്. ആക്രമണങ്ങൾ തടയാൻ US-ന്റെ നേതൃത്വത്തിലുള്ള രാഷ്ട്രങ്ങളുടെ സഖ്യം ചെങ്കടലിൽ പെട്രോളിംഗ് നടത്തുന്നുണ്ട്. ചെങ്കടലിൽ ആക്രമണം തുടർന്നാൽ കനത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ഹൂതികൾക്ക് US, ബ്രിട്ടൻ, ജപ്പാൻ തുടങ്ങി 12 രാജ്യങ്ങൾ ഒപ്പിട്ട സംയുക്ത പ്രസ്താവനയിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിനിടെ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആക്രമണത്തിനിരയായ ഇസ്രായേൽ കപ്പലുകളുടെ പേരുവിവരങ്ങൾ ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട ലെബനീസ് ചാനൽ അൽ മയാദീൻ പുറത്തുവിട്ടിരുന്നു. ജനുവരി 4-നാണ് ഇന്ധനവുമായി വന്ന 2 കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായത്. ലൈബീരിയൻ പതാകയുള്ള ചെം സിലിക്കനാണ് ആക്രമണത്തിനിരയായ ആദ്യ കപ്പൽ. എയ്സ് കമ്പനിക്ക് കീഴിലുള്ള ഈ കപ്പൽ മാലദ്വീപിന്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് വെച്ചാണ് ആക്രമണത്തിനിരയായത്. സ്പെയിനിൽ നിന്ന് ഗുജറാത്തിലെ കാണ്ട്ല തുറമുഖത്തേക്ക് വരികയായിരുന്നു കപ്പൽ. ഈസ്റ്റേൺ കമ്പനിക്ക് കീഴിലുള്ള പസഫിക് ഗോൾഡാണ് ആക്രമണത്തിനിരയായ രണ്ടാമത്തെ കപ്പൽ. കൊച്ചി തുറമുഖത്തിന് സമീപമാണ് ആക്രമണമെന്നും റിപ്പോർട്ടിലുണ്ട്. ലൈബീരിയൻ പതാകയുള്ള ഈ കപ്പൽ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് മംഗളൂരുവിലേക്ക് വരികയായിരുന്നുവെന്നാണ് വിവരം. അതേസമയം ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ഹമാസിന്റെ മുതിർന്ന നേതാവായിരുന്ന സാലിക് ആറൂറിയുടെ കൊലപാതകത്തിന്റെ 2ാം നാളിലാണ് ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന നരനായാട്ടിനെതിരെ ചെങ്കടലിൽ ഹൂതികൾ ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെ നിരന്തരം ആക്രമണം അഴിച്ചുവിടുന്നുണ്ട്. ഇതോടെ മിക്ക കമ്പനികളും ചെങ്കടൽ വഴിയുള്ള സർവീസ് നിർത്തിവെച്ചിരിക്കുകയാണ്. ഇതിനു പുറമെയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും ഹൂതികൾ ആക്രമണം വ്യാപിപ്പിച്ചത്. കഴിഞ്ഞ മാസവും ഇത്തരത്തിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കപ്പലുകൾ ആക്രമണത്തിനിരയായിരുന്നു. മംഗളൂരു തുറമുഖത്തേക്ക് ക്രൂഡ് ഓയിലുമായി വന്ന കപ്പലും ആക്രമണത്തിനിരയായി. ഗുജറാത്തിലെ പോർബന്ദർ തീരത്ത് നിന്ന് 217 നോട്ടിക്കൽ മൈൽ അകലെയായിരുന്നു ആക്രമണം. കഴിഞ്ഞ ദിവസം ഹൂതി സംഘവുമായി ചർച്ച നടത്തിയതിന് പിന്നാലെ ചെങ്കടലിലേക്ക് ഇറാൻ യുദ്ധക്കപ്പൽ അയച്ചിരുന്നു. 10 പോരാളികളെ ചെങ്കടലിൽ അമേരിക്ക കൊലപ്പെടുത്തിയതിനെ തുടർന്ന് തെഹ്റാനിൽ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ഹൂതി സംഘത്തിന് എല്ലാ പിന്തുണയും ഇറാൻ ഉറപ്പു നൽകിയിട്ടുണ്ട്. അതിനിടെ ഇസ്രായേൽ ലെബനാൻ അതിർത്തിയിൽ സ്ഥിതി രൂക്ഷമായി തുടരുകയാണ്. മേഖലയിൽ ഇസ്രായേലും ഹിസ്ബുള്ളയും ആക്രമണം നടത്തുകയാണ്. ഇസ്രായേലിലെ സഫദ് നഗരത്തിലെ നോർത്തേൺ കമാൻഡ് സെന്റർ ലക്ഷ്യമിട്ട് ഡ്രോൺ ആക്രമണം നടത്തിയതിന് തിരിച്ചടിയായി ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ 3 ഹിസ്ബുള്ള പോരാളികൾ കൊല്ലപ്പെട്ടു. ഹിസ്ബുള്ളയുടെ വ്യോമസേന വിഭാഗം കമാൻഡർമാരിൽ ഒരാളെ വധിച്ചതായും ഇസ്രായേൽ അവകാശപ്പെട്ടു. ഏത് സമയവും ലെബനാനുമായി തുറന്ന യുദ്ധത്തിന് സാധ്യതയെന്നാണ് ഇസ്രായേൽ സൈനിക പ്രതികരണം. പരിക്കേറ്റ ആയിരങ്ങളെ ഉൾക്കൊള്ളിക്കേണ്ടി വരുമെന്നും ഇതിനായി ആശുപത്രികളോട് സജ്ജമായിരിക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചതായും റിപ്പോർട്ടുകളുണ്ട്.